ഹായ് എവ്രി വൺ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഡയബറ്റിക് മീൽ പ്ലാനിങ് അല്ലെങ്കിൽ ഡയബറ്റിക് ഡയറ്റിനെ പറ്റി ജനറലി ഉള്ള കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ടിപ്സ്. സോ നേരത്തെയൊക്കെ ആണെങ്കിൽ ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഡയബറ്റിക്കിന് അങ്ങനെ ഒരു ഡയറ്റ് ഒന്നും നമ്മൾ പറയാറില്ലായിരുന്നു. അല്ലെങ്കിൽ ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് കുറവുള്ള ഭക്ഷണം നമ്മളുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുക. എന്നിട്ട് ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള സിമ്പിൾ ഷുഗേഴ്സ് കൂടുതലുള്ള ആഹാരപദാർത്ഥങ്ങൾ കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക. അത് ഒരു ഡയബറ്റിക് ഡയറ്റിന്റെ ഭാഗമായിട്ട് പറയുമായിരുന്നു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമുക്ക് പലതരം മീൽ പ്ലാനിങ് ഉണ്ടാക്കാനും പറ്റും. പ്രീവിയസ് ഇയേഴ്സ് ഒരു 3-4 ഇയേഴ്സ് മുമ്പ് അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷന്റെ ഗൈഡ് ലൈൻസിൽ അവർ ലോ കാർബ് ഡയറ്റ് ഒരു എഫക്റ്റീവ് ആണ് എന്ന് ഉൾപ്പെടുത്താൻ തുടങ്ങി. നേരത്തെ ലോ കാർബ് ഡയറ്റ് അത്രയും പ്രിഫർ ചെയ്യത്തില്ലായിരുന്നു. കാരണം ലോ കാർബ് എന്ന് പറയുമ്പോൾ നമുക്ക് എനർജി പ്രൈമറിലി കംസ് ഫ്രം കാർബോഹൈഡ്രേറ്റ്. നമുക്കെല്ലാം ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഊർജ്ജം ആവശ്യമാണ്. അത് നമുക്ക് കിട്ടുന്നത് മെയിനായിട്ട് അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണ്. പിന്നെ പ്രോട്ടീൻ നമ്മൾ കഴിക്കണം. ഫാറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മൾ കഴിക്കുന്ന എല്ലാത്തിനകത്തും തന്നെയുണ്ട്. പിന്നെ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ഹെൽത്തി മീൽ പ്ലാൻ, ഡയബറ്റിക് മീൽ പ്ലാൻ എന്ന് പ്രത്യേകം ഉദ്ദേശിക്കാതെ തന്നെ അല്ലെങ്കിൽ അങ്ങനെ പറയാതെ തന്നെ ഒരു ഹെൽത്തി മീൽ പ്ലാനിങ് എടുക്കുകയാണെങ്കിൽ അത് ഡയബറ്റിസ് ഉള്ളവർക്കും പ്രയോജനപ്പെടും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഒന്നും എണ്ണാനോ കൗണ്ട് ചെയ്യാനോ ഒന്നും പറ്റുകയില്ലാത്ത ആളുകൾക്ക് ഉള്ള ഒരു മീൽ പ്ലാനിങ് ആണ് പ്ലേറ്റ് മെത്തേഡ്. പ്ലേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരെണ്ണം നേരെ 50%, ആ 50% ഉള്ള പ്ലേറ്റിന്റെ ആ ഹാഫിനകത്ത് നോൺ സ്റ്റാർച്ചി ആയിട്ടുള്ള വെജിറ്റബിൾസ്, അതായത് പൊട്ടാറ്റോസും അല്ലെങ്കിൽ ബീൻസ്, അതുപോലെ സ്റ്റാർച്ച് ഉള്ള കോണ്, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സ്റ്റാർച്ച് ഇല്ലാത്ത ആഹാരം അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ഒരു പ്ലേറ്റിന്റെ ഹാഫ്. പിന്നെയുള്ള ഹാഫിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനകത്ത് ഒന്നിനകത്ത് പ്രോട്ടീനും ഒന്നിനകത്ത് കാർബോഹൈഡ്രേറ്റും. സോ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുട്ട, ചിക്കൻ, ഫിഷ്, ബീഫ്, ഇതൊക്കെ. അത് പ്രോട്ടീൻ എടുക്കുമ്പോൾ എപ്പോഴും ഓർക്കണം, നമ്മുടെ കൈപ്പത്തിയുടെ വലിപ്പത്തിലുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ പീസ് ഓഫ് മീറ്റ് ആയിരിക്കണം. എന്നിട്ട് ഡെക്ക് ഓഫ് എ കാർഡ്, നമ്മൾ കളിക്കുന്ന ചീട്ട് കളിക്കത്തില്ലേ, ചീട്ടിന്റെ വലിപ്പത്തിലുള്ള ഒരു സ്റ്റാക്ക് ഓഫ് ചീട്ടിന്റെ വലിപ്പത്തിലുള്ള തിക്നെസ്സേ ആകാവൂ. പിന്നെ ഉള്ള നമ്മുടെ 25% ഭാഗത്ത് മാത്രമാണ് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ റൈസ്. അതിങ്ങനെ കുന്നുകൂട്ടി വെക്കാതെ അതിന്റെ ആ ലെവൽ ചെയ്തുള്ള എമൗണ്ട്. സോ അതാണ് പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് നേരത്തെ ഒരു ഗൈഡ് ലൈൻസ് പ്രകാരം 30 to 45 ഗ്രാംസ്, അത് ഇപ്പോഴും ഏകദേശം അത് തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. 30 to 45 ഗ്രാംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് പെർ മീൽ എന്ന് പറയുമ്പം ഒരു 15 ഗ്രാംസ് എന്ന് പറയുന്നതാണ് ഒരു സെർവിങ്. ഒരു സെർവിങ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഒരു പീസ് ഓഫ് ബ്രെഡ് അല്ലെങ്കിൽ 1/3 കപ്പ് ഓഫ് റൈസ് അല്ലെങ്കിൽ ഒരു ഹാഫ് ഓഫ് എ പൊട്ടാറ്റോ. ഇങ്ങനെ ഇതെല്ലാം എക്സാമ്പിൾ ആണ്. പിന്നെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ അറിയണമെങ്കിൽ ലേബൽസ് റീഡ് ചെയ്യണം. അപ്പൊ പാക്കേജിനകത്തൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ടോട്ടൽ കാർബോഹൈഡ്രേറ്റ്സ് എത്രയാണ് എന്നതിൽ എഴുതിയിട്ടുണ്ടാവും. അത് മേളിലുള്ള സെർവിംഗ് സൈസ് എത്രയാണ്, ആ സെർവിംഗ് സൈസിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കും ആ ലേബലിൽ പറയുന്നത്. അല്ലെങ്കിൽ റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ റൂൾ പറയുകയാണെങ്കിൽ ഒരു പീസ് ഓഫ് ബ്രെഡ് യൂഷ്വലി ഒരു എനിവർ ഫ്രം 10 to 15 ഗ്രാംസ് ആയിരിക്കും. സോ 15 ഗ്രാംസ് എന്ന് പറയുന്നതാണ് 1 സെർവിംഗ്. അങ്ങനെ നോക്കുമ്പോൾ 3 സെർവിങ് 3 to 4 സെർവിങ്സ് പെർ മീൽ ഈസ് പെർമിസിബിൾ. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ഹൈറ്റ് ഉള്ള ആളുകൾക്ക്, ടോൾ ആയിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ കഴിക്കാവുന്നത്. ഷോർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചുമാണ് കഴിക്കാൻ പറ്റുന്നത്. കാരണം എക്സ്ട്രാ വരുന്ന കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ആയിട്ട് അല്ലെങ്കിൽ സൈഡിലോട്ട് പോകത്തേ ഉള്ളൂ. നീളമില്ലാത്തവർക്ക്, നീളമുള്ളവർക്ക് അത് സൈഡിലോട്ട് പോയാലും അവരുടെ അത്രയും നീളത്തിൽ അത് അക്കോമഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് അത്രയും ഒരു വെയിറ്റ് ഗെയിൻ ഉള്ളതായിട്ട് തോന്നത്തില്ല. സോ അതൊരു കാര്യം. സോ നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് വേണം കഴിക്കാൻ. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, എസ്പെഷ്യലി ഡയബറ്റീസ് ഉള്ളവർക്ക് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് ഇനഫ് ആയിട്ടുള്ള ബ്ലഡ് ഷുഗേഴ്സ് നോർമൽ ആണോ എന്ന്. നമ്മൾ എപ്പോഴും ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുമ്പം 2 hours ആഫ്റ്റർ ദ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ദ മീൽ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം കഴിക്കാൻ തുടങ്ങുന്ന ആ ഫസ്റ്റ് ബൈറ്റ് വായിൽ വെക്കുന്ന സമയത്തുള്ള ടൈം തൊട്ടാണ് നമ്മൾ സമയം എണ്ണേണ്ടത്. അവിടെ മുതൽ 1.5 മണിക്കൂർ കഴിയുമ്പോഴാണ് സാധാരണ നമ്മൾ എക്സസൈസ് ചെയ്യാമെന്ന് പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ എക്സസൈസ് ചെയ്താൽ നമ്മൾ നമ്മുടെ ഹാർട്ടിന് ഓവർ ബർഡൻ കൊടുക്കുകയാണ്. സോ 90 മിനിറ്റ്സ് ആഫ്റ്റർ ദ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ദ മീൽ നമുക്ക് എക്സസൈസ് ചെയ്യാം. പിന്നെ എക്സസൈസ് ചെയ്താലും ഇല്ലെങ്കിലും 90 മിനിറ്റ്സ് 2 hours ആഫ്റ്റർ ദ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ദ മീലാണ് നമ്മൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്നത്. പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗേഴ്സ് ചെക്ക് ചെയ്യേണ്ട റൈറ്റ് ടൈം എന്ന് പറയുന്നത് 2 hours ആഫ്റ്റർ ദ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ദ മീൽ. അങ്ങനെ ചെക്ക് ചെയ്യുമ്പം 180ൽ കുറവായിരിക്കണം.
180 or less എന്നുള്ള ഒരു കട്ട് ഓഫ് ലിമിറ്റ് ആണ് ബ്ലഡ് ഷുഗർ ആഫ്റ്റർ ദ മീൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. സോ 180 താഴെയാണെങ്കിൽ നമ്മൾ കഴിച്ച ഫുഡും അല്ലെങ്കിൽ നമ്മൾ എന്താണ് കഴിച്ചത് ദാറ്റ് വാസ് ഇനഫ് ഫോർ യു. അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് അപ്പം 180ക്ക് മേളിലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കാർബോഹൈഡ്രേറ്റ്സ് ഒന്നുകിൽ കഴിച്ചത് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി മീൽ ടൈം ഇൻസുലിൻ ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ 1 യൂണിറ്റും കൂടെ കൂടുതൽ കൊടുക്കണം. ഇതൊന്നും അല്ല എങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ 90 മിനിറ്റ്സ് കഴിയുമ്പം ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് വോക്ക് ചെയ്യുകയാണെങ്കിൽ 2 hours ആകുമ്പോഴത്തേനും ആ എക്സ്ട്രാ ഷുഗർ കാലറീസ് ആയിട്ട് ബേൺ ഓഫ് ചെയ്ത് പോയിരിക്കും. സോ ഇതാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു മീൽ ടൈം അല്ലെങ്കിൽ ഒരു മീൽ എടുക്കുമ്പോൾ എത്ര കാർബോഹൈഡ്രേറ്റ്സ് ആണ് അത് ഇനഫ് ആണോ എന്നൊക്കെ അറിയാനുള്ള ഒരു മാർഗം. പിന്നെ ഇപ്പം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞാൽ 30 grams കാർബ് മാത്രം മതി, അല്ലെങ്കിൽ ചിലർ പറയുന്നത് ഒരു സെർവിങ് ആണെങ്കിലും മതി ഒരു മീലിന്. പിന്നെ ഈ 30 ഒക്കെ എടുക്കുന്നവര് നല്ലപോലെ എക്സസൈസ് ചെയ്യുന്നവരായിരിക്കണം എന്ന് പല എൻഡോക്രിനോളജിസ്റ്റുകളും അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റുകളൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്സ്ട്രാ കാലറി നമുക്ക് ബേൺ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഗ്ലൈക്കോജനായിട്ടും അല്ലെങ്കിൽ ഫാറ്റ് ആയിട്ടും ഒക്കെ സ്റ്റോർ ചെയ്ത് നമ്മുടെ ബോഡിയിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വെയിറ്റ് കൂടും. അതുകൊണ്ട് ബേൺ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല, കാലറീസ് നമുക്ക് യൂസ് അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലോ കാർബ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് ഈസ് ദ ബെസ്റ്റ് തിങ്. സോ ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മിതമായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ആവശ്യത്തിന് മാത്രം ഫുഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിക്കുന്നതിന് കുഴപ്പമില്ല. സോ എക്സ്ട്രാ ഷുഗർ ലൈക്ക് കേക്കും പൈസും ഐസ്ക്രീംസും അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതല്ല ഡയബറ്റീസ് ഉള്ളവർക്ക്, എസ്പെഷ്യലി ബിക്കോസ് അവർക്ക് ഇൻസുലിൻ കുറവാണല്ലോ, അല്ലെങ്കിൽ ഇൻസുലിൻ ചിലപ്പോൾ കാണത്തേ ഇല്ല. അപ്പം അങ്ങനെയുള്ളവർ അത് കഴിക്കുകയാണെങ്കിൽ ഡ്യൂറിങ് ദ ഡേ ടൈം കഴിക്കുക. ഡേ ടൈം ആകുമ്പോൾ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസും നമ്മൾ ആക്റ്റീവ് ആയിരിക്കും, അപ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ ബേൺ ഓഫ് ആയിപ്പോയിക്കോളും. പിന്നെ ഡയബറ്റീസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നൈറ്റിൽ ഒരു 6-7 മണി കഴിയുമ്പം ഇതുപോലെ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള സ്നാക്സ് ഒന്നും ഒഴിവാക്കാൻ നോക്കുക. കാരണം അങ്ങനെയുള്ള സ്നാക്സുകൾ കഴിക്കുമ്പോൾ രാത്രിയിൽ നമ്മൾ പിന്നെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, നേരെ ബെഡിലേക്ക് പോകുമ്പോൾ രാത്രിയിൽ നമ്മളുടെ ഹോർമോൺസ്, ഗ്രോത്ത് ഹോർമോൺസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിറോയിഡ്സ് ബോഡിയിൽ തന്നെ ഉണ്ടാക്കുന്ന ഹോർമോൺസ് ഒക്കെ ഷുഗർ അല്ലെങ്കിൽ ഒരു ഷുഗർ റിച്ച് ആയിട്ടുള്ള സംഭവമാണ്. സോ രാത്രിയിൽ ഈ ഹോർമോൺസ് ഒക്കെ ദേ ഓൾ കമ്മിങ് ടു പ്ലേ ഇൻ ആക്ഷൻ അറ്റ് നൈറ്റ്സ്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്ലഡ് ഷുഗർ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിയിൽ ബെഡ് ടൈം സ്നാക്ക് ഒക്കെ കഴിവതും ഒഴിവാക്കുക. ബ്ലഡ് ഷുഗർ കുറവാണെങ്കിൽ പോലും സ്നാക്ക് കഴിക്കുമ്പോൾ ഹൈ ഫൈബർ ആയിട്ടുള്ള അല്ലെങ്കിൽ പീനട്ട് ബട്ടർ ക്രാക്കേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഷുഗർ പീക്ക് ചെയ്തിട്ട് പെട്ടെന്ന് കുറയ്ക്കുന്ന പോലത്തെ ആഹാരപദാർത്ഥ സ്നാക്സുകൾ ഒഴിവാക്കുക. സോ ഇതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ സോ ഡയബറ്റിക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലോ കാർബ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് ഈസ് ഓക്കെ. ലോ കാർബ് ഡയറ്റും കീറ്റോ ഡയറ്റും ഒക്കെ ഏകദേശം ഒരേ ടൈപ്പ് ഓഫ് മീൽ പ്ലാനിങ് ആണ്. പിന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഓൾസോ ഈസ് എ ഗുഡ് ഓപ്ഷൻ. പക്ഷെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് ബ്ലഡ് ഷുഗർ കുറയാതെ നോക്കുക. അതുപോലെ ഡയബറ്റീസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എനർജി ആവശ്യമാണ്. അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മീൽ പ്ലാനിങ് ഈസ് നോട്ട് എ ഗുഡ് ഓപ്ഷൻ. പിന്നെ നമ്മൾ കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഒക്കെ എക്സ്ട്രാ ഇങ്ങനെ ഷുഗറുള്ള ഡ്രിങ്ക്സ്, ജ്യൂസസ്, കോക്സ്, കോള അല്ലെങ്കിൽ ഈ സോഡാസ് ഇതൊക്കെ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഒരു ട്രീറ്റ് പോലെ നമുക്ക് വല്ലപ്പോഴും അത് കഴിക്കുന്നതിന് കുഴപ്പമില്ല. ബട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡ്യൂറിങ് ദ ഡേ ടൈം നമ്മൾ ആക്റ്റീവായിട്ട് നടക്കുന്ന സമയത്ത് മാത്രം ചെയ്യുക. പിന്നെ നമ്മൾ ഫുഡ് ഇപ്പോൾ 3 നേരം കഴിക്കാൻ റെക്കമെൻഡ് ചെയ്യും. 3 നേരം കഴിക്കുമ്പം ഓർക്കണം ഒരു 45 hours കഴിയുമ്പോൾ നമ്മുടെ ലിവർ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ലിവറിന് ഒരു മെസ്സേജ് ചെയ്യലും ഹീസ് നോട്ട് ഈറ്റിംഗ്, പുട്ട് ഔട്ട് ദ എക്സ്ട്രാ ഷുഗർ ഫോർ ഹിം. സോ അങ്ങനെ ഒരു ലിവറിന്റെ ആക്ഷൻ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ 3 നേരം കഴിക്കണം എന്ന് പറയുന്നത്. കുറച്ച് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ പോലും 3 നേരം ഫുഡ് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഡിന്നറാണ് സ്കിപ്പ് ചെയ്യേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് ഇസ് എ മസ്റ്റ്. എവരിവൺ ഷുഡ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ഈവൻ അറ്റ്ലീസ്റ്റ് എ ലോ കാർബ് ഡയറ്റ്. Hope this helps. Thank you so much.